ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രീസ് വീട്ടിലേക്ക് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം കൊണ്ടുള്ള ഒരു തീയലാണ്. അപ്പോൾ ഒന്ന് പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. തേങ്ങ വറുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. ഉലുവ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം ഉള്ളിയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ച മണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മിക്സായി അതിൻ്റെ മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി കഴിഞ്ഞപ്പോൾ നല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതിനേക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ഇത് ചൂടായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയുള്ളി അരിഞ്ഞത്, ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയിടണം. ചെറിയുള്ളിയും സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് നല്ല കുഴമ്പ് വ്യവസ്ഥയും വഴന്ന് കിട്ടിയാലേ നമുക്ക് ഈ തീയലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വാടി കഴിഞ്ഞു. ഉള്ളിയും ചെറിയുള്ളിയില്ല. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴങ്ങണം. അപ്പോൾ ആ തക്കാളി നന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല അരച്ച് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഉള്ളിയുമായിട്ട്. ഈ അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളത് അരച്ച് വെച്ച ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് ഇങ്ങനെ കുറച്ച് നേരം വേവിക്കാം. മസാലയൊക്കെ ഒന്ന് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു ടൈമുണ്ട്. പപ്പടം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ പപ്പടമെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇതിനകത്ത് കിടക്കുന്ന ഈ തീയലിൽ കിടക്കുന്ന പപ്പടം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.